അപ്പുറത്തേക്ക് നോക്കി പറഞ്ഞാൽ ഇതൊന്നോളും ഇതൊന്നും നീ ഇട്ടേ നിനക്ക് എൻ്റെ കിട്ടിട്ടോ. ഹായ്, വെൽക്കം ടു എജുലൂം പോഡ്കാസ്റ്റ്. ജോമി, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷണൽ മേഖലയിലെ മാർക്കറ്റിംഗ് ആൻഡ് അഡ്മിഷൻസിന്റെ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ കോളേജസിന്റെ ഒരു അഡ്വർടൈസിങ് കാര്യങ്ങളാണ്. ട്രഡീഷണൽ കോളേജസിന്റെ ഒരു മാർക്കറ്റിംഗ് ആൻഡ് അഡ്മിഷൻ പ്രോസസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ ടൈമാണ്, പക്ഷെ കുട്ടികൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. കൂടുതൽ കുട്ടികൾ പുറത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഓവർസീസ് എഡ്യൂക്കേഷനിലോട്ട് പോകുന്നു എന്നൊക്കെ. പക്ഷെ നമുക്കിവിടെ കൂടുതൽ സ്കിൽ ബേസ്ഡ് കോഴ്സുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികളെ കൂടുതലുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഈ സ്കിൽ ബേസ്ഡ് കോഴ്സസിനെ കൂടുതൽ വെയിറ്റേജ് കൊണ്ടാണോ കൂടുതൽ കുട്ടികൾ പുറത്തേക്ക്? കാരണം അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സ്ട്രക്ചറിന്റെ ഒരു ഡിഫറൻസ് ഒക്കെ നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു കരിയർ നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് ഇവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ സ്കിൽ ബേസ്ഡ് കോഴ്സുകൾക്ക് വെയിറ്റേജ് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ വെയിറ്റേജ് കൊടുത്താലേ നമുക്ക് കുട്ടികൾ കൂടുതലായിട്ട് കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കുകയൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ കോളേജുകളിൽ സ്ഥിരമായിട്ട് നമ്മുടെ ട്രഡീഷണൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ, ഓട്ടോണമസ് കോളേജുകളായിക്കോട്ടെ, എയ്ഡഡ് കോളേജുകളായിക്കോട്ടെ, സെൽഫ് ഫിനാൻസ് കോളേജ് ആയിക്കോട്ടെ, അവിടെയെല്ലാം നമ്മുടെ ട്രഡീഷണൽ കോഴ്സുകളുടെ ഒപ്പം സ്കിൽ ബേസ്ഡ് കോഴ്സുകൾ കൊടുക്കണം. പക്ഷെ കൂടുതൽ കോളേജുകളും കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിന് അത്ര വെയിറ്റേജ് കൊടുക്കുന്നില്ല. അതായത് ഇപ്പോൾ ഒരു BSc മാത്സ് അല്ലെങ്കിൽ BSc ഫിസിക്സ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെയാണ് മേജർലി നമ്മളൊക്കെ ട്രഡീഷണൽ കോഴ്സ് എന്ന് പറയുന്ന കൺസിഡറേഷനിൽ വരുന്നത്. അതിൽ ഏതൊക്കെ കോമ്പിനേഷൻസ് ആയിരിക്കും കൂടുതൽ? ഇപ്പോൾ BSc മാത്സിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ് പോലെയുള്ള കോഴ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടും. ഇപ്പൊ ഈ പ്രോഗ്രാംസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ട്രഡീഷണൽ ഇതിൽ ഞാൻ കൂടുതൽ അതാണ് ഫോക്കസ് ചെയ്ത് ഞാൻ ചോദിച്ചത്. അപ്പൊ ട്രഡീഷണൽ കോളേജസിൽ ഈ പറയുന്ന കോമ്പിനേഷൻസ് ഇപ്പൊ റൺ ആവുന്നുണ്ടോ? റൺ ആവുന്നുണ്ട്, പക്ഷെ കൃത്യമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല. അതായത് വെയിറ്റേജ് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഡാറ്റ സയൻസ് കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആഡ് ഓൺ കോഴ്സ് പോലെയുള്ള പ്രോഗ്രാംസ് നടത്തുന്നുണ്ടാവും, പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കൃത്യമായ രീതിയിൽ ഒരു പക്ഷെ കൊടുക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ഒരു 1 അവറോ 2 അവർ എന്നുള്ളൊരു ചെറിയൊരു, അല്ലെങ്കിൽ വീക്കിലി വൺസ് എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അതായത് ഞങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ കൂടുതലായിട്ടും സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസിന് വെയിറ്റേജ് കൊടുക്കുക. കാരണം ഇപ്പോൾ പല ന്യൂജൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ട്രഡീഷണൽ കോഴ്സിന്റെ ഒപ്പം തന്നെ സ്കിൽ ബേസ്ഡ് കോഴ്സുകൾ കൊടുത്തിട്ടാണ് കുട്ടികളെ അതിനകത്ത് വരികയും അതിനകത്ത് അട്രാക്റ്റഡ് ആവുകയും കുട്ടികൾക്ക് ജോലി കിട്ടുകയും അല്ലെങ്കിൽ കരിയർ നല്ലതായിട്ട് ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ എയ്ഡഡ് കോളേജുകൾക്കും അതുപോലെ സെൽഫ് ഫിനാൻസിങ് ഓട്ടോണമസ് കോളേജുകൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെയുള്ള സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസിലൂടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് അത് അറിയപ്പെടണം. അപ്പൊ ഈ മാർക്കറ്റിംഗ് ട്രഡീഷണൽ കോളേജസിൽ ട്രഡീഷണൽ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതെ അതെ, അതിനകത്ത് മാറ്റങ്ങളൊന്നും ഇല്ല. ഇപ്പൊ എജുലൂം നമ്മുടെ പ്ലാറ്റ്ഫോം ഇപ്പൊ ലാസ്റ്റ് ഒരു 10 years ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ മേജർ കോളേജസിലും നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അഡ്മിഷൻസ് എല്ലാ ഇയറിലും നമ്മൾ എടുക്കുന്നുണ്ട്. സോ കുട്ടികൾ അഡ്മിഷൻ പ്രോസസ്സ് ഈ പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ അവർക്ക് സബ്മിറ്റ് ചെയ്തു. എങ്ങനെയാണ് അവർക്ക് അപ്പൊ ഈ സ്കിൽ ബേസ്ഡ് കോഴ്സസിനെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നതും അവർ അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന മൊമെന്റ് തൊട്ട് തന്നെ സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ് കുട്ടിക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതായത് ഇപ്പോൾ ഒരു കോഴ്സിന് അഗെയിൻസ്റ്റ് തന്നെ മൾട്ടിപ്പിൾ സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ് സെലക്ട് ചെയ്ത് അവൈലബിൾ ആക്കുക. എന്നിട്ട് അതിന്റെ സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ച് കുട്ടികൾക്ക് അഡ്മിഷൻ സമയത്ത് തന്നെ അവർക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അതൊരു 2 കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടികൾ അതിനകത്ത് കാണുകയും കുട്ടികൾ അതിനകത്ത് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ സഹായിക്കും. ഒപ്പം തന്നെ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ്. നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്രയും സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ് ഉണ്ട് എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഇതിന് കുറെ കൊളാബറേഷൻസ് എടുക്കാം. ഇപ്പോ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഉള്ള പല ഓർഗനൈസേഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ് പഠിച്ച് ആ ഡിഗ്രിയുടെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വർക്ക് ചെയ്ത് നമുക്ക് ഏൺ ചെയ്യാനെന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടി നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യാം. ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് കൂടുതൽ ചെയ്യേണ്ടത് ERPയിൽ ഒരു ലെവൽ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മാർക്കറ്റിംഗ്, കുട്ടികളെ കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യലാണ്. ഇപ്പോൾ ഏത് കോഴ്സിൻ്റെ ഒപ്പമാണോ സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ്, അതിപ്പോൾ ട്രഡീഷണൽ കോഴ്സ് ആയിക്കോട്ടെ ന്യൂ ജനറേഷൻ കോഴ്സ് ആയിക്കോട്ടെ, എല്ലാം സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഡാറ്റാ സയൻസ് അതേപോലെ തന്നെ എ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുക. കുട്ടികളിലേക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്ര സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ് ഉണ്ട് എന്ന് പറയുന്ന അവയർനെസ് കിട്ടും ഉണ്ടാവുന്നുള്ളത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മൾ ആപ്ലിക്കേഷൻ പൂൾ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ പൂൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമേറ്റ് ചെയ്യേണ്ട കാര്യമാണ് സ്കിൽ ബേസ്ഡ് പ്രോഗ്രാമിലേക്ക് അപ്പോൾ തന്നെ കുട്ടികൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കൊടുക്കാം. അത് മൾട്ടിപ്പിൾ ചോയ്സ് ERP ത്രൂ തന്നെ കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് എന്ത് കൊടുക്കുക, സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൊടുക്കുക. അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിക്കോളും. Okay, so we have the expert opinion. Jomi, thank you so much. So next ഒരു ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.